നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ബ്രഷിൽ കുറെ പേസ്റ്റ് ഒക്കെ വെച്ച് തേച്ചിട്ട് പല്ല് നന്നായിട്ട് ഉരച്ച് കഴുകാറുണ്ടല്ലേ. പക്ഷെ ഇത്രയും നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ടും ധാരാളം ആളുകളുടെ വായിൽ നിന്ന് നാറ്റം പോലെയുള്ള കാര്യങ്ങള്, പല്ലിലെ വേദന, പ്ലാക്ക് പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്രയും നന്നായിട്ട് പല്ല് തേച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറാത്തെ? സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, പുറമേ ക്ലീൻ ആക്കുമെങ്കിലും ഉള്ളിൽ നന്നായിട്ട് ഡീപ്പായിട്ട് ബാക്ടീരിയനെ കളയുക അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള ഒരു കഴിവ് അതിനില്ല. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡി പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇതിന് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ, മോണയിൽ നിന്ന് ബ്ലഡ് വരിക, അല്ലെങ്കിൽ പല്ലില് വേദന, പ്ലാക്ക്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് പതുക്കെ പതുക്കെ നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ എന്താണ് ആ ഹോം റെമഡി എന്ന് നമുക്കറിയാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. പലർക്കും ഈ പല്ലില് പുളിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാറുണ്ടല്ലേ. ഇത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് പല്ലില് ഇനാമിൽ പോലെയുള്ള കാര്യങ്ങൾ അത് നന്നായിട്ട് കുറയുന്ന സമയത്തും, അല്ലെങ്കിൽ മോണയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ വളരെ ഹാർഷ് ആയിട്ട് നമ്മൾ പല്ലൊക്കെ തേക്കുക, ഇതിലൂടെ ആ ഒരു ഭാഗം നന്നായിട്ട് സെൻസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഒരു പുളിപ്പും അല്ലെങ്കിൽ തണുപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. ഇത് നന്നായിട്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പല്ലില് കേടുവരാനും പല്ലില് വേദന ഉണ്ടാക്കാനും മറ്റു പല പ്രശ്നത്തിനും വളരെയധികം ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് ആ ഹോം റെമഡി എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ ഞാവൽപ്പഴം ഉണ്ടല്ലോ. ഞാവൽപ്പഴത്തിന്റെ കുരു നിങ്ങൾ എടുക്കുക. ഈ ഞാവൽപ്പഴത്തിന്റെ കുരുവില് പോളിഫിനോൾസ് അതുപോലെ തന്നെ ജംബോരിൻ എന്ന് പറയുന്ന രണ്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് വായിലത്തെ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ നന്നായിട്ട് കുറയ്ക്കാനും ഇതുമൂലം വായിലത്തെ ക്യാവിറ്റിനെ നന്നായിട്ട് കുറയ്ക്കുക, പ്ലാക്ക് പോലെയുള്ള കാര്യങ്ങള്, വേദന പോലെയുള്ള കാര്യത്തിനൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും സഹായിക്കും. രണ്ടാമത്തെയാണ് ഞാവലിന്റെ ഇല. ഈ ഞാവലിന്റെ ഇലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ ആസ്ട്രിഞ്ചിൻ അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുന്ന കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മോണകൾക്കാണ് കുറച്ചും കൂടി എഫക്ട് കൊടുക്കുക. മോണകൾ കുറച്ചൊന്ന് സ്ട്രോങ് ആക്കാനും ഇതിലൂടെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സെൻസിറ്റിവിറ്റി പോലെയുള്ള കാര്യങ്ങളുണ്ട്, മോണകളിൽ നിന്ന് നന്നായിട്ട് ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറയ്ക്കാൻ ഞാവലിന്റെ ഇല വളരെയധികം ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെയാണ് ത്രിഫല. ത്രിഫലയുടെ കൂടുതൽ പൗഡർ ആണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഇത് നമ്മുടെ മോണകളിലുള്ള നീരിനെ നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ പല്ലിൽ പ്ലാക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും ഇത് സഹായിക്കും. നാലാമത്തെ ഒരു കാര്യമാണ് ഗ്രാമ്പൂ. ഗ്രാമ്പൂവില് നാച്ചുറൽ ആയിട്ടുള്ള ഒരു യൂജിനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ വായിലത്തെ ബാഡ് ബ്രീത്ത്, വായനാറ്റം പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും വായിലത്തെ പല്ലിലെ സെൻസിറ്റിവിറ്റി നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഗ്രാമ്പൂവിനും കഴിവുണ്ട്. അവസാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇന്ദുപ്പ്. ഇന്ദുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പല്ലിലത്തെ മഞ്ഞ കളറിനൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് പ്ലാക്ക് പോലെയുള്ള കാര്യത്തിനൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഇന്ദുപ്പിനും സാധിക്കും. അപ്പൊ ഈ ഒരു 5 ഇൻഗ്രീഡിയൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ 5 കാര്യങ്ങളും 5 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മോണയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ വായനാറ്റത്തിന്, പ്ലാക്കിന് എന്നിങ്ങനെ പറയുന്ന പല കാര്യത്തിനും. ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഞാവലിന്റെ കുരു ഉണ്ടല്ലോ, ഞാവലിന്റെ കുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ എന്നുള്ളൊരു നിലയിൽ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് വെയിലത്ത് കൊണ്ടൊന്ന് ഉണക്കുക. വെയിലത്ത് കൊണ്ട് ഉണക്കിയിട്ട് ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് എടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഈ ഒരു പ്രോസസ്സ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഞാവലിന്റെ കുരു ഉണങ്ങിയിട്ടുള്ള ഞാവലിന്റെ കുരു ഓൺലൈനിൽ നിന്നും പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങാം. ഇല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ഇതിന്റെ പൊടി നമുക്ക് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ഫോമില് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഞാവലിന്റെ കുരുവിന്റെ പൊടിയാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഞാവലിന്റെ കുരു നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ഞാവലിന്റെ ഇല എങ്ങനെ ഉപയോഗിക്കാൻ നോക്കി കഴിഞ്ഞാൽ സെയിം ആയിട്ട് നമ്മൾ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൗഡർ രൂപത്തിലാക്കുക. മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ 2 പൊടി നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ജസ്റ്റ് സൂക്ഷിച്ച് വെക്കുക. അപ്പൊ രണ്ടിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 ടീസ്പൂൺ നമ്മൾ ഞാവലിന്റെ കുരും 2 ടീസ്പൂൺ ഞാവലിന്റെ ഇലയുടെ പൊടിയും, ഇങ്ങനെയാണ് ഒരു പ്രൊപ്പോർഷനിൽ എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നമ്മൾ ത്രിഫലയുടെ പൊടിയും 1 ടീസ്പൂൺ ഗ്രാമ്പൂവിന്റെ പൊടിയും 1 ടീസ്പൂൺ ഇന്ദുപ്പ് പൊടിച്ചത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെ അല്ലെങ്കിൽ രാത്രി, കൂടുതലായിട്ട് രാവിലെയാണ് ഞാൻ പ്രിഫർ ചെയ്യുക, നിങ്ങൾ കുറച്ച് വിരലിങ്ങനെ നനച്ചിട്ട് ഈ ഒരു പൗഡർ നമ്മൾ മുക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ മോണയിലും പല്ലിലും നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. വല്ലാതെ ഹാർഷായിട്ട് ഉരയ്ക്കരുത് കേട്ടോ, വളരെ മൈൽഡ് ആയിട്ട് ഉരച്ചു കൊടുക്കുക, ഒരു 30-40 സെക്കൻഡോളം. എന്നിട്ട് വായ നന്നായിട്ട് കഴുകുക. ഇത് കഴുകി കളയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ്നെസ് പോലെ നമുക്ക് തോന്നാനായിട്ട് പറ്റും. അതായത് വായനാറ്റൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾ ഏകദേശം ഒരു 6 മുതൽ 8 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം തീർച്ചയായിട്ടും കാണാനും സാധിക്കും. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചത്തോളം നിങ്ങൾ ഡെയിലി ഇത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും.
അങ്ങനെ നിങ്ങൾക്കൊരു മാറ്റം കണ്ടു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ എന്നും ഉള്ളതിന് പകരമായിട്ട് ആഴ്ചയിൽ 1-2 വട്ടം മാത്രമായിട്ട് പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യാനും കൂടി നോക്കുക. പിന്നെ എഗെയിൻ ഒരു കാര്യം പറയാനുള്ളത്, വല്ലാതെ നിങ്ങൾ ഒരിക്കലും റബ്ബ് ചെയ്യരുത്. വല്ലാതെ റബ്ബ് ചെയ്യുമ്പോൾ അത് ഇനാമലിനെ ഡാമേജ് ആക്കാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ വായിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെറിയ പുളിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും അവഗണിക്കരുത്. കാരണം കുറച്ച് കഴിയുമ്പോഴായിരിക്കും അത് വായിൽ കേട് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മോണയിൽ വീക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് മാറുക. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഹോം റെമഡീസ് നിങ്ങൾ സൈഡിലൂടെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു പ്രിവെൻഷൻ ആണ് നമുക്ക് നൽകുക. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഭക്ഷണം കഴിഞ്ഞ അപ്പൊ തന്നെ നിങ്ങൾ വായ കഴുകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പല ആളുകളും ഉണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വായ കഴുകില്ല. ഇതിലൂടെയും നല്ല രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്യാവിറ്റി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിച്ച അപ്പൊ തന്നെ നിങ്ങൾ പോയി ബ്രഷ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് വായനാറ്റം ഉണ്ടാകാതിരിക്കാനായിട്ട്. ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഭക്ഷണം കഴിച്ച അപ്പൊ തന്നെ പോയിട്ട് വായിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇനാമലിനെ ഡാമേജ് ആക്കാനും ഇതും ഒരു സെൻസിറ്റിവിറ്റിയിലേക്ക് മാറാനും വളരെയധികം ചാൻസസ് ഉള്ളത് കൊണ്ട് ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.